PMശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു അനുനയത്തിന് വിട്ടുവീഴ്ചയ്ക്ക് CPI തയ്യാറാകുമോ? CPM ഏതു തരത്തിലാണ് ഇതിൽ ഒരു അനുനയ നീക്കം കാണാൻ പോകുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള തുടർ തീരുമാനം എന്നുള്ള തീരുമാനത്തിലേക്ക് നിലപാടിലേക്ക് CPI എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം വീണ്ടും CPI സെക്രട്ടേറിയറ്റ് യോഗം ചേരും. വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ആലപ്പുഴയിൽ ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ തീരുമാനം. അപ്പോൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ അനുനയിപ്പിക്കാൻ സാധിക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്യാം, വിട്ടുവീഴ്ച വേണ്ട എന്ന് CPI നിലപാടെടുക്കുകയാണ്. ആകെ ഇനിയുള്ളത് മുഖ്യമന്ത്രിയുമായുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്ത് തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും, ഏതു തരത്തിൽ ഒരു അനുനയ നീക്കം നടത്തുമെന്നുള്ളതാണ്. ശ്യാം, കേൾക്കാമോ? തീർച്ചയായിട്ടും ഇനി CPIയെ സംബന്ധിച്ചിടത്തോളം CPIയുടെ ആശയപരമായ ഒരു നിലപാടായിരുന്നു PM-ശ്രീ പദ്ധതിയെ എതിർക്കുക എന്നത്. അതായത് PM-ശ്രീ പദ്ധതി അടിമുടി കാവ്യവൽക്കരിക്കുന്ന ഒന്നാണ്. അത് ദേശീയ വിദ്യാഭ്യാസ നയം അത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് CPI തുടക്കം മുതലേ പങ്കുവച്ചിട്ടുള്ളത്. CPM-ഉം ഇതേ നിലപാട് തന്നെയായിരുന്നു. എന്നാൽ കേവലം ഒരു സാമ്പത്തിക ലാഭത്തിൻ്റെ പേരിൽ മാത്രം ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഈ സർക്കാർ തീരുമാനം, CPM-ൻ്റെ തീരുമാനം അത് അനുവദിക്കുകയില്ല എന്നതാണ് ഇപ്പോൾ CPI ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മന്ത്രിസഭയെ പോലും ഇരുട്ടിലാക്കിക്കൊണ്ട് ഇടതുമുന്നണിയിൽ പോലും ചർച്ച ചെയ്യാത്ത ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ അതിന് CPI മന്ത്രിമാരെ കിട്ടുകയില്ല എന്ന് തന്നെയാണ് ഇന്നും ചേർന്ന എക്സിക്യൂട്ടീവിലും വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാർ ഉൾപ്പെടെ തങ്ങളുടെ രാജി ആവശ്യം വരെ രാജി വെക്കാൻ വരെ തയ്യാറാണ് എന്ന കാര്യം പങ്കുവച്ചിരുന്നു. കാരണം കേവലം ഒരു രാഷ്ട്രീയപരമായ നിലപാടിനപ്പുറത്തേക്ക് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആശയം, ആ ആശയത്തിൽ അടിമുടി സംശുദ്ധിയോടുകൂടി കൊണ്ടുപോകണം, അതിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് പ്രധാനമായിട്ടും നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി സെക്രട്ടേറിയറ്റ് ചേർന്നു. ആ സെക്രട്ടേറിയറ്റിലും ഇതേ വികാരം തന്നെയാണ് എല്ലാവരിലും ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് പാർട്ടി ഓഫീസിൽ വെച്ച് എക്സിക്യൂട്ടീവ് ചേർന്നത്. എക്സിക്യൂട്ടീവിലും പ്രധാനമായിട്ടും ഉന്നയിച്ച കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതിൽ അടിയന്തരമായിട്ട് ഇടതുമുന്നണി യോഗം വിളിച്ചു ചേർക്കുക. ഇടതുമുന്നണി യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി നേരത്തെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി LDF കൺവീനറിന് കത്ത് കൈമാറിയിരുന്നു. വൈകാതെ തന്നെ അത് വിളിച്ചു ചേർക്കും. എന്നാൽ 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. പക്ഷേ ഇതിനൊരു തീരുമാനം എത്തിയില്ല എങ്കിൽ ഈ മന്ത്രിമാരെ ആ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ വരെയുള്ള അഭിപ്രായങ്ങൾ എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി വിവരങ്ങൾ നൽകാൻ AK സ്റ്റെഫിൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. PM-ശ്രീയിൽ കടുത്ത നിലപാടിൽ നടപടിയിലേക്ക് CPI എത്തുകയാണ്. മുഖ്യമന്ത്രിയുമായി നടക്കുന്ന ഈ ചർച്ചയിൽ പരിഹാരമില്ലെങ്കിൽ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്നാണ് CPI എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്നിരിക്കുന്ന തീരുമാനം. അന്തിമ തീരുമാനം 4-ാം തീയതി ചേരുന്ന CPI കൗൺസിൽ യോഗത്തിലായിരിക്കും ഉണ്ടാവുക. AK സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ടുണ്ട്. സ്റ്റെഫിൻ, അകത്തോട്ടോ പുറത്തോട്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നൊരു ഘട്ടമാണ് ഇപ്പോൾ. മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അതിൽ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം അതിനെയായിരിക്കും ഒരു അനുനയ നീക്കം എന്ന രീതിയിൽ തന്നെ നോക്കിക്കാണുകയും അതിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല എങ്കിൽ എങ്ങനെയാണ്? രാജ്യസന്നദ്ധത വരെ മന്ത്രിമാരെ അറിയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കേണ്ട എന്നതിനപ്പുറത്തേക്കൊരു പടി കൂടി കടക്കുമോ CPI? ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPI പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇന്ന് ചേർന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലും ഉയർന്നു വന്ന ഒരു പൊതുവികാരം അത് തന്നെയാണ്. ശക്തമായ നിലപാടുമായി ബന്ധപ്പെട്ട് നിൽക്കണം. കാരണം CPI സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു രാഷ്ട്രീയ വിഷയം മാത്രമായി അവർ കാണുന്നില്ല. കാരണം ആശയപരമായിട്ട് അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയമായിട്ടാണ് ഈ PM-ശ്രീ കാണുന്നത്. കാരണം ഇടതുമുന്നണിയിലെ 2ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ പോലും ആലോചിക്കാതെ, മുന്നണിയിൽ ചർച്ച ചെയ്യാതെ CPM ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് CPI വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആകെ ഉള്ള ഒരു പരിഹാരം മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ നടക്കുന്ന സമവായ ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നതാണ്. അത് CPIക്കും CPM-നും ഒരുപോലെ തന്നെ ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ഏതായാലും ഇന്ന് നടക്കുന്ന സമവായ ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രാഥമികമായി 2
പാർട്ടികളും നോക്കുന്ന കാര്യം ഈ ചർച്ചയിൽ ഒരു പരിഹാരമായില്ല എങ്കിൽ കടുത്ത നടപടിയിലേക്ക് CPI പോകാനുള്ള സാധ്യതയുണ്ട്. CPI മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ മുഖ്യമന്ത്രി കേൾക്കണം. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി MN സ്മാരകത്തിൽ എത്തിയപ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ അജണ്ടകൾ അതെല്ലാം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ ധരിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടും ഈ ആശങ്കകളും CPIയുടെ ആവശ്യം അറിയിക്കും. അതിൽ മുഖ്യമന്ത്രി ഒരു പരിഹാരത്തിന് വേണ്ടി ഇടപെടലിന് വേണ്ടി തയ്യാറായിട്ടില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് CPIയുടെ തീരുമാനം. അങ്ങനെ മുഖ്യമന്ത്രിയുമായി നടക്കുന്ന ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ 4 മന്ത്രിമാരും ഉണ്ടാകില്ല. മന്ത്രി K രാജൻ, മന്ത്രി P പ്രസാദ്, മന്ത്രി GR അനിൽ, അതോടൊപ്പം തന്നെ മന്ത്രി ചിഞ്ചു റാണി, ഈ 4 പേരും ആ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല. അങ്ങനെ പങ്കെടുക്കാതിരുന്നാൽ അത് എത്രമാത്രം രാഷ്ട്രീയമായി 2 പാർട്ടികൾക്കും പ്രത്യേകിച്ച് CPMന് എത്രത്തോളം വലിയ തിരിച്ചടിയാകുമെന്നൊരു കണക്കുകൂട്ടൽ ഇടതുമുന്നണിയിൽ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നപരിഹാരത്തിന് തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ ഒരു ധാരണയിൽ എത്തുക. ഒപ്പം തന്നെ ഇന്ന് ഈ ഒരു പ്രശ്നപരിഹാരമായില്ലെങ്കിൽ നാളെ 4-ാം തീയതി ചേരുന്ന കൗൺസിൽ യോഗത്തിന് ശേഷം അന്തിമ നിലപാട് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് എന്താണ് എന്നുള്ളത് CPI വ്യക്തമാക്കും. പരിഹാരം തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും മുന്നിൽ കാണുക. പക്ഷെ അങ്ങനെ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യത അത് എങ്ങനെയാകുമെന്നുള്ളതാണ്. ശ്യാം തുടരുന്നുണ്ട്. ശ്യാം, സ്വാഭാവികമായിട്ടും CPI ഇവിടെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത് ആശയപരമായിട്ടുള്ള സംഘർഷമാണ്, ആശയത്തെ ചൊല്ലിയുള്ള പ്രശ്നമാണ്. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ CPM നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിലവിലുള്ള CPM നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവർ വലിയ സംയമനമൊക്കെ പാലിച്ച് അങ്ങനെ അതിരുകടന്ന പ്രതികരണത്തിനോ വൈകാരികതയിലുള്ള പ്രതികരണത്തിനോ നേതാക്കൾ തയ്യാറാകുന്നതുമില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു പ്രശ്ന സാധ്യതയ്ക്കുള്ള അതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാകും? അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? പക്ഷേ അതായത് അനുനയ സാധ്യത അത് ഇനി ഇല്ല. അനുനയ സാധ്യത ഇല്ല എന്ന വരത്തക്ക രീതിയിൽ തന്നെയാണ് അല്പം മുമ്പ് ഇവിടെ നിന്ന് രാജൻ അകത്തേക്ക് കയറുമ്പോൾ വ്യക്തമാക്കിയത്. കാരണം അനുനയം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അനുനയമല്ലല്ലോ, ഇതൊരു തീരുമാനമാണല്ലോ, ആശയത്തിൻ്റെ പ്രശ്നമാണല്ലോ എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. CPI തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ CPI ഒരുക്കമല്ല. ഇക്കാര്യം ഇടതുമുന്നണിയിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല. അതിലുപരിയായിട്ട് മന്ത്രിസഭയിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ അത് അജണ്ടയിൽ പോലും വന്നില്ല എന്നതാണ്. അതായത് CPIയുടെ മന്ത്രിമാർ അറിയാതെ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ തിടുക്കത്തിൽ വേഗപ്പെട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി പോയി ഒപ്പിട്ടു എന്ന ഒരു ചോദ്യം അതിങ്ങനെ നിഴലിക്കുകയാണ്. അതിന് എക്സിക്യൂട്ടീവിലും ഇക്കാര്യം ഉന്നയിക്കപ്പെട്ടു. അത് പ്രധാനമായിട്ടും CPIയെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണിക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയ കാര്യം തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇന്നത്തെ എക്സിക്യൂട്ടീവിൽ അതായത് V ശിവൻകുട്ടി ബിനോയ് വിശ്വവുമായും അതോടൊപ്പം തന്നെ GR അനിലുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീടുള്ള ഫോട്ടോ പോലും അതുപോലും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുകയുണ്ടായി. അത്തരത്തിലൊരു ഫോട്ടോയ്ക്ക് പോലും നിന്നു കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന ഒരു കാര്യം കൂടി വരികയുണ്ടായി. സ്വാഭാവികമായിട്ടും ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ആശയപരമായ രീതിയിൽ പാർട്ടി എടുത്ത ഒരു തീരുമാനമാണ് ഈ PM ശ്രീ പദ്ധതി. അത് ദേശീയ തലത്തിൽ പോലും അതായത് ഇരു പാർട്ടികളുടെയും ദേശീയ തലത്തിൽ ഇങ്ങനെ ഒരു പദ്ധതിക്കെതിരെ ഉള്ള ഒരു നിലപാടാണുള്ളത്. ഇത് അടിമുടി കാവ്യവൽക്കരിക്കുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തരത്തിൽ കോട്ടമുണ്ടാകും. പലതും ചരിത്ര വസ്തുതകൾ വളച്ചൊടിച്ച് പഠിക്കേണ്ടി വരും എന്നീ കാര്യങ്ങളടക്കം ഇന്ന് ചർച്ച ചെയ്യുകയുണ്ടായി. സ്വാഭാവികമായിട്ടും നേരത്തെ ചേർന്ന സെക്രട്ടേറിയറ്റിലും ഇത് തന്നെയാണ് പങ്കുവച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മന്ത്രിമാർ നേരത്തെ പറയുകയുണ്ടായി. അതായത് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പാർട്ടിയുടെ നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ ഒരു അണുവിട ചലിക്കാതെ മന്ത്രിമാർ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ പോലും തയ്യാറാണ് എന്ന കാര്യം പങ്കുവെക്കുകയുണ്ടായി. ഒരുപക്ഷെ ഇതിൽ ഒരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയോട് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് അടിയന്തരമായിട്ട് ഇടതുമുന്നണി വിളിക്കണം, ഇടതുമുന്നണിയിൽ ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന കാര്യം തന്നെയാണ്. അതിലുപരിയായിട്ട് ഈ ആശയപരമായ ഇത്തരം ഒരു കാര്യം നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കേവലം സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ബിനോയ് വിശ്വവും മറ്റു മന്ത്രിമാരും ചോദിച്ചതാണ്. പക്ഷേ ഫണ്ട് ഉൾപ്പെടെയാണ് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ശ്യാമിലേക്ക് തിരികെ എത്താം. സ്റ്റെഫിൻ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. സ്വാഭാവികമായിട്ടും മറ്റൊരു ധീരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് തീരുമാനത്തിലേക്കൊന്നും CPI പോകുമെന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നോക്കിക്കാണേണ്ടതില്ല എന്നാണ് പ്രായോഗികമായി മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി നടക്കുന്ന ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടാകും. ഇവിടെ ദേശീയ വിദ്യാഭ്യാസ നയത്തെയാണ് സ്വാഭാവികമായിട്ടും എതിർക്കപ്പെടേണ്ടത്. ദേശീയ വിദ്യാഭ്യാസ നയമാണ്. PM ശ്രീയും എതിർക്കപ്പെടുന്നു. അപ്പോൾ ആ തരത്തിൽ
PMCയെ ഇപ്പോൾ ആ തരത്തിലായിരിക്കും, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്നൊരു ഉറപ്പ് കിട്ടിയാൽ CPI വഴങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടോ PMC വിഷയത്തിൽ? പക്ഷേ ഏതായാലും CPM-നും CPI-ക്കും ഒരുപോലെ തന്നെ ഈ മുന്നണിയിൽ ഉറച്ചു നിൽക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇരു പാർട്ടികൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ രണ്ട് പാർട്ടികളും ഏതായാലും ഇപ്പോൾ ഒരു തീരുമാനം അത്തരത്തിൽ എടുക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPM-നും CPI-ക്കും അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് രണ്ട് പാർട്ടികൾക്കും കുറേ നാൾ മുമ്പ് വരെ ഒരേ നിലപാടായിരുന്നു. 2022 പാർട്ടി കോൺഗ്രസിൽ തന്നെ അന്ന് അവതരിപ്പിച്ച രാഷ്ട്രീയ വിശകലന റിപ്പോർട്ടിൽ തന്നെ CPM ദേശീയ വിദ്യാഭ്യാസ നയത്തെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പിന്നീട് നടന്ന പാർട്ടി കോൺഗ്രസിലും മറ്റൊന്നും അത്തരത്തിലുള്ള പരാമർശമൊന്നും തന്നെ ഇല്ല. എങ്കിൽ തന്നെ CPI-യുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ വിശകലന റിപ്പോർട്ടിൽ PM ശ്രീയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ CPI മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ആ ഒരു നയവ്യത്യാസം രണ്ട് പാർട്ടികളുടെയും ഭാഗത്തു നിന്ന് നമുക്ക് ഈ പാർട്ടി കോൺഗ്രസിലും സംസ്ഥാന സമ്മേളനത്തിലും എല്ലാം കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് CPI-ക്ക് ഇതിൽ നിന്ന് നിലപാട് മാറ്റി മുന്നോട്ട് പോകാൻ ഇനി ഏതായാലും കഴിയില്ല. ഒപ്പം ഏതെങ്കിലും തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് മന്ത്രിമാരെ പിൻവലിക്കുകയോ രാജിവെപ്പിക്കുകയോ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയാകും. പിന്നീട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതേ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ മത്സരിച്ചാൽ UDF ഉയർത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിഷയം ഇതായിരിക്കും. നിങ്ങൾ നേരത്തെ എതിർത്തതല്ലേ, പിന്നെ എങ്ങനെ ഒറ്റ മുന്നണിയായി മത്സരിക്കും, ഇപ്പോഴും ആ തീരുമാനം അവിടെ തന്നെ നിൽക്കുന്നു എന്നടക്കമുള്ള വലിയ ചോദ്യങ്ങൾക്ക് CPI ഉത്തരം പറയേണ്ടി വരും. ഒന്നുകിൽ ഇത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോവുക. സമയം പ്രായോഗിക രാഷ്ട്രീയത്തെ അത് മുന്നണിക്ക് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിക്കാതെ മുന്നോട്ട് പോവുക, അതേസമയം തന്നെ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ആശയത്തെ ഞങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു തീരുമാനമെടുക്കുക, അതായിരിക്കുമല്ലേ വേണ്ടിവരിക? തീർച്ചയായിട്ടും ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി. കാരണം CPM മുന്നോട്ട് വയ്ക്കുന്ന ഈ പൂർണ്ണമായും ഈ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ CPI-ക്ക് കഴിയില്ല. CPI പറയുന്നത് പോലെ ഈ ധാരണാപത്രം റദ്ദാക്കുന്നതിന് വേണ്ടി CPM-നും സർക്കാരിനും കഴിയില്ല. അപ്പോൾ രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുക, സമവായം ഉണ്ടാക്കുക എന്നത് മാത്രമായിരിക്കും ഒരു പോംവഴി. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM ഒന്ന് താഴേക്ക് ഇറങ്ങുന്നത്. അവർ പറയുന്നു ഇനി ഏതായാലും തുടർ നടപടികൾ ഒന്ന് തൽക്കാലത്തേക്ക് മന്ദഗതിയിലാക്കുന്നു, മറ്റ് നടപടികളൊന്നും PM ശ്രീയുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല. സ്കൂളുകളുടെ പട്ടിക PM ശ്രീയുമായി ബന്ധപ്പെട്ട സ്കൂളുകളുടെ പട്ടിക ഉടൻ നൽകേണ്ടതില്ല, അത്തരത്തിലൊരു കാലതാമസം വരുന്ന തെരഞ്ഞെടുപ്പ് ആണ്. ആ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് CPM എത്തി നിൽക്കുന്നത്. CPI എന്നാൽ ഉറച്ചു നിൽക്കുന്നത് ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അവർ അവിടെ നിന്നും ഒന്ന് മാറി CPM-ന്റെ ഒരു സമവായ പാതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഇന്ന് മുഖ്യമന്ത്രി നടത്തുന്ന ചർച്ച അതിലേറ്റവും പ്രധാനമാണ്. ആ ചർച്ചയിൽ എന്ത് തീരുമാനം ഉണ്ടാകും? ചർച്ചയാണ്, നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും CPI നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് അവസാനം അനന്തരമായിരിക്കും എന്ത് തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നറിയുക. ഇടതു മുന്നണിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ആകാംക്ഷയാണ് നമ്മളിലൊക്കെയും നിലനിൽക്കുന്നത്. അതിനുള്ള മറുപടി എന്തായാലും കുറച്ചു സമയങ്ങൾക്ക് ശേഷം തന്നെ ഉണ്ടാവുകയും ചെയ്യും. ആ കൂടിക്കാഴ്ച പുരോഗമിക്കുന്നു.